കൊമ്പ് കുലുക്കിവന്ന അമിത്ഷായുടെ കൊമ്പടിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എല്ലാ റോഡുകളും ഉടൻ തുറന്നു കൊടുക്കണമെന്ന് അമിത്ഷാ പറഞ്ഞു. വാ അകത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. റോഡുകൾ പോലും അടക്കുകയാണ് ഉണ്ടായിരുന്നത്. തുറന്ന റോഡുകൾ പോലും. ബി.ജെ.പി മുഖ്യമന്ത്രി സ്ഥാനം പോലും തെറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെ ഇനി മുന്നോട്ട് നയിക്കുമെന്നും അമിത്ഷായ്ക്ക് അറിയാൻ യാതൊരു വഴിയുമില്ല. താൻ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം കൊമ്പ് കുലുക്കിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ അമിത്ഷായ്ക്ക് തലകുനിച്ച് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രപതിയുടെ കൈകളിൽ ഭരണമേൽപ്പിച്ച് കാര്യങ്ങൾ ഭദ്രമെന്ന് കണക്കുകൂട്ടലുകൾ വരെ നടത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്ന വാർത്തകളാണിപ്പോൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും മണിപ്പൂർ സംസ്ഥാനത്ത് തേടിയെത്തുന്നത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച് പുറത്തു പോയതോടെ കാര്യങ്ങളെല്ലാം ശുഭം എന്നായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ സുപ്രീം കോടതിയുടെ എല്ലാ തെളിവുകളും ബി.ജെ.പി സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്കെതിരെ എന്ന് തിരിച്ചറിവ് കൂടി മോദിക്ക് വന്നു ചേരുന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ബിരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പുറത്താക്കലാണ് എന്ന് നിഷ്പ്രയാസം പറയാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല. പ്രത്യേക സ്വയംഭരണ മേഖല എന്ന കുക്കീസോ സമൂഹത്തിന്റെ ആവശ്യം നടപ്പിലാകുന്നതുവരെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ സ്വതന്ത്രമായ സഞ്ചാരം അനുവദിക്കില്ല എന്ന് ആദിവാസി സംഘടനകൾ ഉറപ്പിച്ചാവർത്തിച്ചു പറയുകയാണ്. കുക്കീസോ ഓർഗനൈസേഷൻ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റി ആണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 8 മുതൽ മണിപ്പൂരിലെ എല്ലാ റോഡുകളിലും ജനങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേക ഭരണ മേഖല എന്ന ലക്ഷ്യം കൈവരിക്കുന്നവരെ കുക്കീസോ ഗോത്രക്കാർ പോരാട്ടം തുടരുമെന്ന് COTU അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതോ സർക്കാരുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതായ ഏതൊരു വ്യക്തിയെയും രാജ്യദ്രോഹിയായി കണക്കാക്കും. കുക്കീസോ രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാതെ സമാധാനം നടപ്പിലാകില്ലെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മാസം 1-ന് ന്യൂഡൽഹിയിൽ മണിപ്പൂരിൽ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു. 2023 മെയ് 3-നാണ് മണിപ്പൂരിൽ വംശീയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. അന്നു മുതൽ ഇങ്ങോട്ട് ഈ മെയ് വരുമ്പോഴേക്കും 2 വർഷം തികയാറായിട്ടും അവിടുത്തെ തീയൊന്നണയ്ക്കാൻ പറ്റാതെ പോകുന്ന ആഭ്യന്തരമന്ത്രി നിങ്ങൾ ഈ രാഷ്ട്രപതി ഭരണം ഏൽപ്പിച്ച മണിപ്പൂരിൽ തല കുനിച്ചേ മതിയാവുകയുള്ളൂ.